അച്ഛൻ്റെ പ്രായം എന്ന് വെച്ചാൽ എന്താണ് ഒരു ന്യൂജൻ കാലഘട്ടത്തിൻ്റെ ഇടയിൽ കൂടിയാണ് അച്ഛനും പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്നത്. ഇപ്പോൾ നമുക്കറിയാം പൗരോഹിത്യത്തിൻ്റെ ആ ഒരു വിളിയൊക്കെ കുറഞ്ഞു വരുന്ന സമയമാണ്. ഇത് കാണുന്ന ഒരു ന്യൂജൻ അല്ലെങ്കിൽ ജെൻസി പിള്ളേരോട് അച്ഛൻ എന്താ പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ നമ്മളൊരു യൂത്ത് ആയിരുന്ന കാലഘട്ടത്തിലെ കുട്ടികളല്ലേ ഇപ്പം ജനറേഷൻ അപ്പോൾ നമുക്ക് വളരെയധികം പെട്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും ചെയ്യാറുള്ള കാര്യം അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ യൂത്തിനെ ഏത് പള്ളിയിൽ ചെന്നാലും ഫസ്റ്റ് ഞാൻ അവർ ജസ്റ്റ് അവരുടെ നിന്ന് കമ്പനി അടിക്കും, ചിലപ്പോൾ ചായ കുടിക്കാൻ പോകും. നമുക്ക് അവരെ നേടാൻ പറ്റുന്നൊരു വഴികൾ എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ഞാൻ തിയോളജി പഠിച്ച പൂനെ പേപ്പൽ സെമിനാറിലാണ്. അവിടെ വെച്ചിട്ട് ഒരു പ്രൊഫസർ പറഞ്ഞ ഒരു അച്ഛനെ കുറിച്ച്, അച്ഛൻ്റെ പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല, അച്ഛൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അച്ഛൻ ഈ ചായക്കടയിൽ പോയിരിക്കും, എന്നിട്ട് അവിടെ ഇരിക്കുന്നവരായിട്ട് സംസാരിക്കും, എന്നിട്ട് അവരുടെ ഇടയ്ക്കിടയ്ക്ക് ഈശോയെക്കുറിച്ച് സംസാരിക്കും. ഒരു ജെസ്യൂട്ട് അച്ഛനാണ്, അതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. അതിനെ വളരെയധികം അട്രാക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു രീതി. ഞാൻ ഇരിക്കുന്ന പള്ളികളിലായാലും ഞാൻ ചെയ്യുന്നൊരു പരിപാടി ഇടയ്ക്ക് കുട്ടികളോട് ചായ കുടിക്കാൻ പോകും, ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകും. അത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടോ ചായ കുടിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല, മറിച്ച് ആ ഒരു വൈബ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇറങ്ങി ചെല്ലാൻ പറ്റും. അപ്പോൾ നമ്മൾ അവർക്ക് പറ്റുന്ന ഒരാളാണ് നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ അവർ മെല്ലെ അവരെ മനസ്സ് തോന്നുന്ന സംസാരിക്കും. അപ്പോൾ അവർ സംശയങ്ങൾ ചോദിക്കും. ചിലപ്പോൾ അവരെ കുഞ്ഞു സമയം ദൈവം ഉണ്ടോ, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങളാണ്. അതായത് അവരെ പള്ളിയിൽ നിന്ന് അകറ്റുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണോ അതൊക്കെയാണ് ചോദ്യങ്ങളായിട്ട് വരുന്നത്. നമ്മൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കുമ്പോൾ ദേ ആർ ഓക്കെ. അവർ മെല്ലെ മെല്ലെ പള്ളിയിലേക്ക് വന്നു തുടങ്ങും, നമ്മൾ സംസാരിച്ചു തുടങ്ങും. അതുവരെ അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെ എന്താ പറയുക ഒരു മര്യാദക്കുറവും ബഹുമാനക്കുറവൊക്കെ മെല്ലെ മാറ്റി ഭംഗിയായിട്ട് അവർ സ്നേഹിക്കാൻ തുടങ്ങും. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ രീതിയും നമ്മൾ പ്രാർത്ഥന പറഞ്ഞാൽ ഒരിക്കലും ഒരാളെ നേടാൻ പറ്റത്തില്ല. നീ എല്ലാ ദിവസം പള്ളി വേണമെന്ന് പറഞ്ഞാൽ വരത്തില്ല, സംഘടനയിൽ പ്രാർത്ഥിക്കണം വരത്തില്ല. ഒന്നും പറയുക, ആദ്യം ആക്ടിവിറ്റീസിലൂടെ ഞാൻ കൊണ്ടുവരാറ്, അവരെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരും, അതിലൂടെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ആക്ടിവിറ്റി കുട്ടികൾ കൊടുക്കുന്നു, അവർ ഭംഗിയായിട്ട് ചെയ്യും, നമ്മളെക്കാളും ഭംഗിയായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും. അതെന്നെ ഞാൻ പറയുകയാണ്, എടാ നമുക്കിനി ഒരു പരിപാടി വരുന്നുണ്ട്, നമുക്കൊരു 10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ചാലോ, കുഴപ്പമില്ല നമുക്ക് ചെയ്യാം. ആ രീതിയിലേക്കാണ് കുട്ടി. അല്ലാതെ നമുക്ക് ആദ്യമേ കാണുമ്പോൾ തന്നെ എടാ പള്ളി വന്നം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും വരത്തില്ല. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആണ്. അത് എന്ത് ചെയ്യാൻ അവർ റെഡിയാണ്. പക്ഷേ ആദ്യം സ്പിരിച്വൽ രീതിയിലല്ല അവർ വരുന്നത്, ഓപ്പോസിറ്റ് ആണ്. ആ ട്രാക്കിൽ നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ പിന്നെ അവർ വിട്ടുപോകത്തില്ല. ആ ഒരു ട്രാക്കിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ കുട്ടികൾ വിട്ടുപോകത്തില്ല. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ സഭയ്ക്ക് ഇപ്പോൾ നമുക്കറിയാം ഒത്തിരി ദേവാലയങ്ങളുണ്ട്, അല്ലെങ്കിൽ സഭയുടേതായ ഒത്തിരി സ്കൂളുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെയൊക്കെ ഇന്നത്തെ തലമുറയിൽ ആരും തന്നെ ദൈവവിളിയിലോട്ട്, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് ആകട്ടെ പുരുഷന്മാരാകട്ടെ, പുരുഷന്മാർ പിന്നെ ഉണ്ടെന്ന് തോന്നുന്നു വൈദിക ഇതിലേക്കൊക്കെ വരുന്നവർ, പക്ഷേ സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഒത്തിരി കുറവാണ്. എന്തായിരിക്കും അച്ഛൻ അതിനൊരു കാരണമായിട്ട് കാണുന്നത്? എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് അച്ഛനാകുന്ന വളരെ ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. ചിലർക്ക് ദൈവവിളി ഉണ്ട് കുട്ടികൾക്ക്, പക്ഷെ അത് അവർ തിരിച്ചറിയുന്നില്ല എന്ന ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ആ ഒരു ഓറിയൻറ്റേഷനും ഫോർമേഷനും കുടുംബങ്ങളിലും കിട്ടുന്നില്ല. പല കുടുംബ പ്രാർത്ഥനയില്ല, പള്ളിയിൽ കുട്ടികളെ പറഞ്ഞു വിടുന്നില്ല, പേരൻസ് വല്ല ചെറിയ ഉഴപ്പ് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി കുട്ടികൾ നോക്കും, പിന്നെ മാത്രമല്ല സഭയിലെ പ്രശ്നങ്ങൾ, അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഉള്ള ആക്രമണം, ഇതെല്ലാം അവർ പുറകോട്ട് വലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവവിളി കുറഞ്ഞു വരുന്നത്. കാരണം നല്ലൊരു പ്രാർത്ഥനാന്തരീക്ഷ കുടുംബത്തിൽ നിന്ന് മാത്രമാണ് നല്ലൊരു ദൈവവിളി കിട്ടത്തുള്ളൂ. അപ്പോൾ കുടുംബങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കുടുംബങ്ങൾ എപ്പോഴൊക്കെ, കാരണം ഇപ്പോൾ പല കുടുംബങ്ങളിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുടുംബ പ്രാർത്ഥനയില്ല. ഒരു ട്രിപ്പ് മൂഡിലാണെല്ലാം, നമുക്ക് യാത്ര പോകുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. യൂത്ത് ആക്റ്റീവ് ആവുന്നതിന് രാത്രിയിലാണ്. അതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് തന്നെ ആ ദൈവവിളി കുറയുന്ന ഒരു കാരണം നമ്മുടെ കുടുംബങ്ങളുടെ ആത്മീയത കുറയുന്നതാണ്. രണ്ടാമത് സിസ്റ്റേഴ്സിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ തന്നെ ഇഷ്ടംപോലെ കോൺഗ്രിഗേഷൻസ് ഉണ്ട്. അത് ഒരുപാട് സഭകളുണ്ട് തന്നെ കുട്ടികൾക്ക് എവിടെ പോകണമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരു 3 കോൺഗ്രിഗേഷൻ ഉള്ളെങ്കിൽ കുട്ടികൾ അതിൽ ലിമിറ്റഡ് ആവും. മനസ്സിലായോ? കാരണം ഇപ്പോൾ കുറേ കോൺഗ്രിഗേഷൻസ് വരും. വൺ ഓഫ് ദി റീസൺസ് ഞാൻ ചിന്തിക്കുന്നത് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എണ്ണം കുറഞ്ഞത്, ഒരുപാട് കോൺഗ്രിഗേഷൻ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ അവരാരും സ്വാധീനിക്കുന്നില്ല. അപ്പോൾ ഞാൻ നല്ലൊരു ജീവിതം നയിച്ചാൽ മാത്രമാണ് ഒരാൾ എൻ്റെ ജീവിതം കണ്ട് ആകൃഷ്ടനാവുള്ളൂ, ഒരു അച്ഛനായാലും സിസ്റ്ററായാലും. അപ്പോൾ നല്ല അച്ഛന്മാരും നല്ല സിസ്റ്റേഴ്സും സഭയിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി യൂത്ത് ആയാലും കുട്ടികളായാലും അത് ഇൻസ്പയർഡ് ആയിട്ട് അവർ ദൈവവിളി തിരഞ്ഞെടുത്ത് വരും. അപ്പോൾ രണ്ടുപേരുടെ ഭാഗത്തുമുണ്ട്, സഭയും നല്ല മാതൃക നൽകണം, കുടുംബവും നല്ല മാതൃക നൽകണം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവവിളി നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. അച്ഛൻ ഭാരത് മാത പോലൊരു വലിയ കലാലയത്തിലാണ് പഠിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം അച്ഛന്. എങ്ങനെയായിരുന്നു ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അച്ഛൻ ഇങ്ങനെ ഒരു അച്ഛനാകാൻ പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനാകാൻ പോകണോടാ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു റെസ്പോൺസ് ഒക്കെ? ഞങ്ങൾ 75 കുട്ടികളാണ് ക്ലാസ്സിലുണ്ടായിരുന്നത്. അപ്പം അതിൽ ലാസ്റ്റ് നിമിഷമാണ് ഡിഗ്രി പാസ് ഔട്ട് ആയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് അവരറിയുന്നത് ഞാൻ അച്ഛനാകാൻ പോണ കാര്യം. കുറേ പേര് ചിരിച്ചു, കുറേ പേര് പറഞ്ഞു നീ അച്ഛനാകില്ല, നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമെന്ന് പറഞ്ഞു. കുറച്ച് പേര് പറഞ്ഞു നീ അച്ഛനാ ഞങ്ങൾക്ക് നേരത്തെ തോന്നിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നു വന്നിരുന്നത്. ഇതിൽ പലരും, മെജോറിറ്റി ആളുകളും
കുട്ടികൾ വിശ്വസിച്ചിരുന്നില്ല. ഈവൻ ടീച്ചേഴ്സ് പോലും അതൊട്ടും പ്രതീക്ഷ അവർ തന്നെ ഡിസ്കറേജ് ചെയ്യുക ചെയ്തത്. അച്ഛൻ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുമ്പോൾ ആരോടെങ്കിലും ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്? അത് തേർഡ് ഇയർ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ടൊരു ഇല്ല, ഡിഗ്രി സമയത്ത് ഇങ്ങനത്തെ ഒരു ചിന്ത പോലും ഞാൻ ഉണ്ടായിരുന്നില്ല. വന്നത് തന്നെ ഞാൻ പറഞ്ഞു ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞിരുന്നു. പിന്നെ ആരുടെ കാര്യം പറഞ്ഞിട്ടുമില്ല, ആ ഒരു ചിന്തയിൽ ഞാൻ പോയിരുന്നില്ല. ലാസ്റ്റാണ് ആ തോന്നൽ പെട്ടെന്ന് വന്നത്. അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടായിരിക്കും ലാസ്റ്റ് മൊമെന്റ് പിന്നെ ഒരു ചിന്ത വന്നതെന്നുള്ളത്. അപ്പോൾ അത് ദൈവം വിളിച്ചതെന്ന് ഉറപ്പുകൊണ്ടാണ്. ഒരു ഇൻസിഡന്റ് ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. ഇല്ല. ആ സമയത്ത് പിന്നെ പള്ളിയിൽ ഞങ്ങൾ കപ്പ്യാരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ 3 കൂട്ടുകാരാണ് സ്ഥിരം നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പള്ളിയിൽ എല്ലാ ദിവസവും മുടങ്ങാതെ പോകുമായിരുന്നു. അങ്ങനെ ഒരു ആത്മീയതയിൽ ഒരു കുറവ് അങ്ങനെ സമയത്ത് വന്നിരുന്നില്ല. പള്ളിയിൽ പോകുന്നു, സംഘടന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആക്റ്റീവായിട്ട് പള്ളിയിൽ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ അച്ഛൻ്റെ അമ്മ ഡെയിലി പള്ളി കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുമായിരുന്നു? തീർച്ചയായിട്ടും പള്ളി പോകുന്ന നിർബന്ധമുള്ള കാര്യമായിരുന്നു. പള്ളി ഒരു 1 കിലോമീറ്റർ താഴെ ഉള്ളൂ പള്ളിക്കുള്ള ദൂരം. എല്ലാ ദിവസവും പള്ളി പോകും. ശനിയാഴ്ച തിരുവാത്സവത്തിൽ പങ്കെടുക്കണം നിർബന്ധമാണ്. പിന്നെ 8ാം ക്ലാസ്സിൽ CLC കാറ്റീസം മുടങ്ങാൻ പാടില്ല. അതൊക്കെ നിർബന്ധമുള്ള കാര്യങ്ങളായിരുന്നു. വീട്ടിൽ കുടുംബ പ്രാർത്ഥന നിർബന്ധമാണ്, വണക്കമാസം നിർബന്ധമാണ്. ചില നേരത്തൊക്കെ വണക്കമാസം ചിലപ്പോൾ അമ്മച്ചിയോട് പറയാം, അമ്മച്ചി ഇത്രയും ചൊല്ലേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുമായിരുന്നു. കാരണം എല്ലാ രഹസ്യവും കഴിഞ്ഞ് ലുത്തിന് കഴിഞ്ഞിട്ട് തുടങ്ങുന്നുള്ളൂ വണക്കമാസം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ അടുത്ത് പ്രാർത്ഥന പോകും. ലാസ്റ്റ് പാട്ട് നീട്ടി തന്നെ പാടണം. കുറേ ശാഠ്യങ്ങൾ വീട്ടിലുണ്ടായിരുന്നു പ്രാർത്ഥന ബന്ധപ്പെട്ട്. ആ സമയത്തൊക്കെ എനിക്ക് എന്നെ ഭയങ്കര എതിർപ്പൊക്കെ ആയിരുന്നു, ഇത്രയും ചൊല്ലേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ ആയിരുന്നു. പക്ഷേ അച്ഛനെ കഴിഞ്ഞ് പറഞ്ഞിട്ടെല്ലാം ഭയങ്കര സ്നേഹം തോന്നി. അന്ന് ചൊല്ലിയ പ്രാർത്ഥനയുടെ എല്ലാം അർത്ഥം ഇപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില പള്ളികളിലൊക്കെ ഈ യൂത്തൊക്കെ പള്ളിയുടെ പുറത്തുനിന്ന് കുർബാന കാണാം, അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ ഞായറാഴ്ച അവരുടെ ഒരു പതിവ്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞായറാഴ്ച ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് സ്പെഷ്യൽ ഡേ ആണ്. പക്ഷേ ഇപ്പോൾ യൂത്തൊക്കെ പലപ്പോഴും പള്ളിയിലൊക്കെ ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം. അതിനൊക്കെ എങ്ങനെ നമുക്ക് ഇനി ഈ ഒരു കാലഘട്ടത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ പള്ളിയാണ്. ഈ ഒരു ഫിനോമിന ഞാൻ എല്ലാ പള്ളിയിലും കണ്ടിട്ടുണ്ട്. മിക്കവാറും പല യൂത്തുകളും പള്ളിയുടെ പുറത്തായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ ഒരു കയറി നിൽക്കാൻ പറഞ്ഞാൽ കയറി നിൽക്കത്തില്ല. അച്ഛൻ ആരെങ്കിലും ചോദിക്കുന്ന ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർക്ക്. അതേസമയം നമ്മളൊരു കമ്പനി ആയി കഴിയുമ്പോൾ ഞാൻ പറയടാ ഒന്ന് കയറി നിൽക്കണോട്ടാ, അച്ഛൻ നിൽക്കണമെന്നുള്ള ചോദ്യം അവരുടെ. കയറി നിൽക്കുക, അല്ലെങ്കിൽ നാണക്കേടല്ലേ ബാക്കി പിള്ളേർ കാണുമ്പോൾ ഒരു അച്ഛൻ നിൽക്കണോ, ഞങ്ങൾക്ക് മടിയാന്ന് പറയും. പക്ഷേ മെല്ലെ മെല്ലെ അവർ പള്ളി അകത്തോട്ട് കയറുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മളെങ്ങനെ അവരുടെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പം നമ്മളൊരു സ്നേഹവും ബഹുമാനം അവർക്ക് തോന്നുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുന്നവരനുസരിക്കും. അതേസമയം നമ്മൾ അവരുടെ എല്ലാം എതിർക്കുന്നു, അവർ ഒറ്റപ്പെടുന്നു, കളിയാക്കുന്നു, ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്ന കേൾക്കത്തേ ഇല്ല. പള്ളിയോടെ വീണ്ടും അവർ അകലത്തേ ഉള്ളൂ. അപ്പം നമ്മളും യൂത്ത് തമ്മിലുള്ള കണക്ഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു കണക്ഷൻ അവർ തമ്മിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മോടും ചേർന്ന് നിൽക്കും, പള്ളിയോടും സഭയോടും ചേർന്ന് നിൽക്കും. ഇല്ല എങ്കിൽ പറയുന്നുണ്ട് ഒരു വൈദികനും യൂത്തും ഒരു കണക്ഷൻ വേണമെന്ന്. ഒരു പക്ഷേ എന്തായിരിക്കും പാരൻസും മക്കളും തമ്മിലൊരു കണക്ഷൻ്റെ ഒക്കെ ഒരു കുറവായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ യൂത്ത് ഇങ്ങനൊരു ബാക്ക്വേർഡായിട്ട് പോകാനായിട്ട് സാധ്യത? തീർച്ചയായിട്ടും. പലപ്പോഴും ഈ നമ്മൾ വാഴ 2 എന്നൊരു സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അതിൽ കാണിക്കുന്നുണ്ട് കുറച്ച് പേരൻസ് കുട്ടികളുടെ ആ ഒരു അംബിഷൻസും എയിംസും സപ്പോർട്ട് ചെയ്ത് അവരെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ ജനറേഷൻ്റെ പ്രശ്നം അവരെ ലിസൺ ചെയ്യാൻ ആരുമില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഈവൻ പേരൻസ് അവർ അവരുടെ ആക്ടിവിറ്റീസ് ആരും കിട്ടുന്നില്ല. ഒരു നല്ലൊരു കൊച്ചച്ഛനോ ഒരു വികാരത്തിനെ കാണുമ്പോൾ അവർ അപ്രോച്ചബിൾ ആണെങ്കിൽ അവർ വരും, നമ്മൾ തുറന്ന് സംസാരിക്കും. അപ്പോൾ അവർ മനസ്സിലാക്കുന്ന ഒരാളാണ്, അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ റെഡിയാണ്. കാരണം നമ്മുടെ കുട്ടി ഹൈലി ടാലൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ മനസ്സിലായൊരു കാര്യം, പല കുട്ടികളും ഹൈലി ടാലൻറ്റഡ് ആണ്. ജെൻസി കുട്ടികൾ ഇപ്പോൾ ടെക്നിക്കലി അവർ വളരെ അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ അത് ഉപയോഗിക്കാനായിട്ടുള്ള അവസരം അവർക്ക് കിട്ടുന്നില്ല, പള്ളികളിൽ പോലും കിട്ടുന്നില്ല. ആ സമയം ഇപ്പോൾ നമ്മൾ ചെന്നവർ സംസാരിക്കുമ്പോഴേക്കും അവരുടെ കഴിവ് മനസ്സിലാക്കി ഞാൻ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറയുന്നത് അവർക്ക് പറ്റിയ ഒരു മേലെ കണ്ടെത്തി അവരെ നല്ല ലീഡർഷിപ്പ് കൊടുത്ത് അതിൽ ഇൻവോൾവ് ചെയ്യിക്കും. അപ്പം നമ്മൾ വിചാരിക്കാനും എന്താ പറയുക മാർവലസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കുട്ടികൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ലിസൺ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾ ഭംഗിയായിട്ട് ചേർന്ന് നിന്നോളും. പേരൻസ് പലപ്പോഴും ആ ഒരു കൺസേൺ കുട്ടികളോട് ഉണ്ടോ എന്നൊരു സംശയം എനിക്കിപ്പോഴും ഉണ്ട്. കാരണം ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും പേരൻസിൻ്റെ ചിന്ത മൊത്തം അവരാഗ്രഹിക്കുന്ന ഒരു കുട്ടികളെ വളർത്താനാണ്. മറുവശത്ത് കുട്ടികളുടെ ആഗ്രഹം അനുസരിച്ച് അവരെ വളർത്താനും അവർ അങ്ങനെ ഒരു ഫോർമേഷൻ കൊടുക്കാനും പേരൻസ് പലപ്പോഴും സാധിക്കുന്നില്ല. അതൊരു പ്രശ്നം. എൻ്റെ ഒരു സംശയമാണെന്ന് അറിയില്ല, ഇപ്പോഴത്തെ പാരൻസ് പഴയ പോലെ കുട്ടികളെ കമ്പൽ ചെയ്യുന്നൊരു സ്വഭാവമില്ല. അതായത് ഇപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ ഉണ്ടായിരുന്നൊരു പ്രവണതയാണ് +2 പഠിക്കുമ്പോൾ അല്ലെങ്കിൽ +1 +2 കാറ്റഗറീസ് ഒക്കെ മുടക്കിക്കൊണ്ട് എൻട്രൻസ് പഠിക്കാൻ പോവുക. അതൊക്കെ ഇപ്പോൾ അത്ര ഇല്ലെങ്കിലും പക്ഷേ പാരൻസ് പഴയ പോലെ കമ്പൽ ചെയ്യുന്നില്ല. ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്കാണെങ്കിലും അവൻ പുറത്ത് ചായ കുടിക്കാൻ പോയിരിക്കുവാണെങ്കിൽ ചിലപ്പോൾ വിളിക്കില്ല. അങ്ങനെ അവരുടെ ഒരു ഫ്രീഡത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഫാമിലിയിലാണെങ്കിലും. ആ ഒരു പ്രവണതയൊക്കെ ഒരു പക്ഷേ നല്ലതിനായിരിക്കും അതോ? ഒരിക്കലല്ല. കാരണം നമ്മളൊരു +2 പഠിക്കുന്ന കൊച്ചിനോട് പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞാൽ ഞാൻ വരത്തില്ല. നമ്മൾ ചെറുപ്പം മുതലേ തുടങ്ങണം. അതായത് ജനിച്ച അന്ന് മുതൽ അതിൻ്റെ ഫെയ്ത്ത് ഫോർമേഷൻ തുടങ്ങുകയാണ് കുടുംബത്തിൽ. LKG UKG 1 2 അങ്ങനെ തുടങ്ങുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കുട്ടികൾ ആ ട്രാക്കിലേക്ക് വരും. അവർക്ക് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ആ സമയത്ത് നമ്മുടെ കാര്യം നോക്കി കുട്ടികൾ നോക്കാതെ മൈൻഡ് വിട്ട് കഴിഞ്ഞാൽ വലുതാകുമ്പോൾ അവർക്ക് ആ വിശ്വാസം ഉണ്ടാവില്ല. ഈവൻ
വിശ്വാസത്തെക്കാൾ ഒരു പേരൻസ് ഒരു കണക്ഷൻ പോലും അവർക്കുണ്ടാവില്ലേ. പല കുടുംബങ്ങളുടെ ഒരു തകർച്ച കാരണം അത് തന്നെയാണ്. ഈ പേരൻറ്റിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് എല്ലാം ഉണ്ട്. ഫേസ് ഫോർമേഷനിലായാലും കുട്ടികളും പേരൻസും കണക്ഷനും റിലേഷനായാലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മുടെ ദൈവങ്ങളെയും സ്വാധീനിക്കും, അത് വ്യക്തി ജീവിതത്തെയും തീർച്ചയായും യൂത്തിൻ്റെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഒത്തിരി ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സഭയുടെ ബിഷപ്പ് മുതൽ താഴെത്തട്ടിലുള്ളവരെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ചില അച്ഛന്മാരൊക്കെ എന്താ പറയുക, ഡാൻസ് കളിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ പിള്ളേരോടൊപ്പം കറങ്ങാൻ പോകുന്ന വീഡിയോ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ താഴെ ഈ ക്രിസ്ത്യൻ ഫാമിലി തന്നെ ഉള്ളവർ തന്നെയാണ് ഒരു നെഗറ്റീവ് കമൻസ് ഒക്കെ പറയുന്നതായിട്ട് കാണാം. ഒരു പുരോഹിതൻ എന്ന നിലയിൽ അച്ഛൻ എങ്ങനെയാണ് ഇതിനൊക്കെ നോക്കി കാണുന്നതും അതിനൊക്കെ എങ്ങനെ അതിജീവിക്കുന്നു? ഈ മൊബൈൽ ഉപയോഗം, റീൽസ്, അതിലൊന്നും തെറ്റുണ്ടെന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. രാത്രി ഫുഡ് കഴിക്കാൻ പോകുന്നു, ചായ കുടിക്കാൻ പോകുന്നു, ഞാൻ പറയേ ഇവരൊക്കെ നേടാൻ നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്. ആ സമയം വളരെ വൈകിയുള്ള ഈ പരിപാടികൾ, ഇപ്പോൾ രാത്രി ഒരു 10:00 ശേഷമുള്ള ഫുഡ് കഴിക്കാൻ പോക്ക്, ചായ കുടിക്കാൻ പോക്ക്, അതൊന്നും പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ റീൽസിൽ നമുക്ക് ആവശ്യമാണ്, നമുക്ക് അതിലൂടെ തന്നെ ഈശോയെ പ്രഘോഷിക്കാൻ പറ്റും. അല്ലെ, പണ്ട് കാലത്ത് മൊബൈലിൽ ഒരു പാവം പോലെ കണ്ടിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ആ സമയം മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്കൊരു കാര്യം മാത്രം ഞാൻ ചിന്തിക്കുന്നുള്ളൂ, ഞാൻ എപ്പോഴും ഒരു അച്ഛനാണെന്നുള്ള കാര്യം എൻ്റെ മനസ്സിലുണ്ടാകണം. അല്ലെങ്കിൽ സെമിനാരിക്കാണ് ഞാൻ ചിന്തിക്കുന്നത്, ഒരു സന്യാസിയാണെന്നുള്ള കാര്യം മനസ്സിലുണ്ടാകണം. എന്നിട്ട് ഞാൻ എന്തും ചെയ്തോ കുഴപ്പമില്ല, എപ്പോഴും എനിക്കൊരു ബോധം ഉണ്ടാവണം, ഞാൻ ഒരു അച്ഛനാണ്. അപ്പോൾ അങ്ങനെ ഒരു ബോധം എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈദികന് ചേർന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യത്തുള്ളൂ. എപ്പോൾ ആ ബോധം അല്ലെങ്കിൽ ആ ചിന്ത എന്നിൽ നിന്ന് മാറുന്നു, അപ്പോഴാണ് പലപ്പോഴും പല അപകടങ്ങളിലേക്കും ഈ സന്യാസത്തിനും വൈദികനും ചെന്ന് വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഉപയോഗിക്കുന്നത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. സമയം ഞാൻ ഒരു അച്ഛനാണെന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭംഗിയായിട്ട് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് പേരെ ഈശോയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അച്ഛൻ നേരത്തെ പറഞ്ഞു 10:00 ശേഷം ചായ കുടിക്കാൻ പോയി. ഇപ്പോൾ നമ്മുടെ ഈ രൂപത, ഇപ്പോൾ കൊച്ചി നടുക്ക് അല്ലെങ്കിൽ വൈബുകളൊക്കെ ഏറ്റവും ആദ്യം വരുന്ന രൂപതയൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അങ്ങനെയുള്ളൊരു യൂത്തിൻ്റെ ഇടയിൽ മക്കളുടെ രാത്രി പോകണ്ട അങ്ങനെയൊക്കെ പറയാനായിട്ട് അച്ഛന് സാധിക്കുമോ? അതോ എങ്ങനെയാണ് അവരുടെ കൂടെ ചേർന്ന് നിൽക്കാനാണോ അച്ഛൻ ശ്രമിക്കാറ്? നമ്മൾ അവരോട് പോകണ്ടെന്ന് പറയാറില്ല. നമ്മൾ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? ഇപ്പോൾ ഒരു അച്ഛൻ എന്ന നിലയിൽ യൂത്ത് മാത്രമല്ല ഒരു ഇടവകയിലുള്ളത്. അവിടെ പേരൻസ് ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായവരുണ്ട്. ഒരു ഇടവകയിൽ നമ്മളായിരിക്കും, നമുക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റണം. യൂത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും നമ്മുടെ എതിർപ്പാവും. എല്ലാവരും ഒരുപോലെ കണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിലായിരിക്കണം, സ്വീകാര്യമായ രീതിയിലായിരിക്കും ഞാൻ ജീവിച്ച് കാണിക്കേണ്ടത്, അല്ലേ? കാരണം ഒരു 10 കഴിഞ്ഞ് പോകുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് പിറ്റേ ദിവസം രാവിലെ 5:30 കുർബാനയുണ്ട്. മിക്ക പള്ളിയിൽ രാവിലെ 5:30 കുർബാന ഉള്ളപ്പോൾ നമ്മൾ കുർബാനയ്ക്ക് മുമ്പ് ഒരുങ്ങി പ്രാർത്ഥിച്ചാണ് കുർബാന ചൊല്ലുന്നത്. ചിലപ്പോൾ നമ്മൾ 10:30 പുറത്ത് പോകുന്നു, സിനിമ കാണാൻ പോകുന്നു, രാത്രി വൈകി വരുമ്പോൾ ചിലപ്പോൾ ഉറക്കം മര്യാദയ്ക്ക് ശരിയാവണമെന്നില്ല. അപ്പം നമ്മുടെ ഒറ്റ കുർബാന ചൊല്ലലിനെ അത് ബാധിക്കും. മര്യാദയ്ക്ക് ഒരുങ്ങി കുർബാന ചൊല്ലാൻ പറ്റില്ല, ഭക്തിപൂർവ്വം ചൊല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് അധികമുള്ള കറക്കങ്ങൾ, രാത്രി പാതിരാത്രിയുള്ള കറക്കങ്ങൾ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അവസാനമായിട്ട് അച്ഛൻ എന്താണ് ജെൻസി പിള്ളേരോടൊക്കെ കാണുന്ന നമ്മുടെ പ്രേക്ഷകരോടൊക്കെ എന്താ പറയാനുള്ളത് ലാസ്റ്റായിട്ട്? പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അത് ഇന്ന രീതിയിലൂടെ ഒന്നുമില്ല, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സാധിക്കുന്നോ അതിലൂടെ പ്രഘോഷിക്കുക. പിന്നെ എപ്പോഴും സഭയോട് ഈശോയോട് ചേർന്ന് നിൽക്കുക, പള്ളിയോട് ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ കഴിവെല്ലാം ഇടവകയിൽ പുറത്തെടുക്കുക എന്നുള്ളതാണ്. ഇടവകയിൽ എല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവായി സംഘടനയുടെ എല്ലാം വളർന്നു വരിക. അത് നമ്മുടെ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടിയിട്ട് നിങ്ങളുടെ കഴിവുകളും ജീവിതം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ പിള്ളേർക്ക് ഈ കാലഘട്ടത്തിന് തോന്നുന്ന ഒന്നാണ് ഒത്തിരി എന്താ പറയുക, ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുക. അതിനെയൊക്കെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു കുറേ ബലഹീനതകളുണ്ടല്ലോ, അതിനെയൊക്കെ എങ്ങനെ ഈശോയോട് ചേർന്ന് നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം, അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് എപ്പോഴും നല്ലൊരു സൗഹൃദം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. നല്ല കൂട്ടുകാർ നമുക്ക് ആവശ്യമുണ്ട്. നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ തന്നെ നമുക്ക് പലരും ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അധികം കൂട്ടുകാരൊന്നുമില്ല, നല്ലൊരു അച്ഛനുണ്ടാവും, നല്ലൊരു വികാരിച്ചനോ കൊച്ചച്ഛനോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആയാലും ഉണ്ടാവും. നിങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് അവരോട് ഷെയർ ചെയ്യാമെന്നുള്ളതാണ്. ചിലപ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന വരില്ല. അതേസമയം ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അയാൾ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഒരുപാട് ടെംപ്റ്റേഷൻസും പ്രലോഭനമുള്ളതാണ്. പെട്ടെന്ന് നമ്മൾ ചതിക്കുഴിയിൽ വീണ് പോകാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നത് നമുക്ക് പള്ളി തന്നെ, നമ്മുടെ ഇടവകയിൽ നല്ലൊരു ഇപ്പോൾ സംഘടന പ്രവർത്തനം അതിൽ ഇൻവോൾവ് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേറെ ഒന്നിലേക്കും തിരിയാനായിട്ട് സാധിക്കില്ല. നമുക്ക് ടൂർണമെൻറ്റ്സ് ഒക്കെ വയ്ക്കാം, കുട്ടികൾ യൂത്തിൻ്റെ ടൂർണമെൻറ്റ്, ഇടവക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മറ്റ് പ്രലോഭനങ്ങൾ വീഴാതിരിക്കാനും അതിജീവിക്കാൻ സാധിക്കും. കാരണം എനിക്കൊരു നല്ല യൂത്തുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, കൂട്ടുകാരുണ്ട്, അച്ഛനുണ്ട്, സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് വേറൊരു തെറ്റായ രീതിയിലേക്ക് അവർ പോകാതിരിക്കാനും എപ്പോഴും പള്ളിയോട് ചേർന്ന് നിൽക്കാനും അവരെ കഴിവ് പുറത്തെടുക്കാനായിട്ടും സാധിക്കുന്നത്.